മുൻകാലങ്ങളിലൊന്നും നടക്കാത്ത വിധം നിർമ്മലാ സീതാരാമൻ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മളൊരു വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓയിൽ പ്രൈസിൽ വന്നിട്ടുള്ള വല്ലാത്ത ഡിക്ലൈൻ കൊണ്ട് ഈ സിന്തറ്റിക് റബ്ബർ വേണ്ടത്ര മാർക്കറ്റിലെത്താനുള്ള സാധ്യത കൂടിയിട്ടുണ്ട്. അപ്പോൾ സിന്തറ്റിക് റബ്ബർ കൂടിക്കഴിഞ്ഞാൽ നാച്ചുറൽ റബ്ബറിൻ്റെ യൂസേജും കമ്പാരിറ്റീവ്ലി കുറയും. അത് തീർച്ചയായിട്ടും ഈ റബ്ബറിൻ്റെ വില കൂടുന്നതിനുള്ള വലിയ തടസ്സമായിട്ട് മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 1000 കോടിയോ 500 കോടിയോ കൊടുത്തുകൊണ്ട് മാത്രം ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടും എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് കരുതുന്നില്ല. ഇവിടെ കേരളത്തിൽ തന്നെ നമ്മൾ കുറേ ശ്രമങ്ങൾ ഈ കെ.എം. മാണിയും ഉമ്മൻചാണ്ടിയും കൂടി നടത്തിയത് നമ്മൾ കണ്ടതല്ലേ. എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയും സബ്സിഡി കൊടുക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് പണം വകയിരുത്തുകയൊക്കെ ചെയ്തില്ലേ. സംസ്ഥാന തലത്തിൽ യാതൊരു നടപടിയും അതിനു വേണ്ടിയിട്ട് നടത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ചെയ്യാവുന്നത്, എൻ്റെ ഒരു വ്യക്തിപരമായ നിർദ്ദേശം, കേന്ദ്രത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി തന്നെ ഇത്തരം കാര്യങ്ങളിൽ അതായത് നേരത്തെ ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുത്ത ജോസ് കെ മാണി പറഞ്ഞ ഒരു കാര്യം, അത് എന്തായാലും ഈ കാര്യം ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് സവിശേഷ സാഹചര്യം BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുമുണ്ട്. രാഷ്ട്രീയമായിട്ടല്ല ഞാൻ ആ അർത്ഥത്തിലേക്ക് നമ്മൾ ചർച്ച പോകുന്നത് ശരിയല്ല, എങ്കിൽ കൂടിയും കേരളത്തിലെ ഒരു വലിയ ജനകീയ വിഷയമായതുകൊണ്ട് തന്നെ വീണ്ടും ഇക്കാര്യം ശ്രദ്ധയിൽ ചെലുത്തും, സമ്മർദ്ദം ചെലുത്താൻ പോകുന്നു എന്ന് കേരളത്തിലെ എംപിമാരടക്കം. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു പുനരവലോകനം ഇക്കാര്യത്തിൽ ഉടൻ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഈ ആവശ്യം ഗവൺമെൻറ്റിന് കാണാതെ പോകാൻ പറ്റുമോ? കേരളത്തിലെ BJP നേതൃത്വവും ഈ പ്രശ്നം ടേക്കപ്പ് ചെയ്യും തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഞാൻ സൂചിപ്പിച്ച ചില പ്രശ്നങ്ങളുണ്ട്. ആ വസ്തുതയും കൂടി നമ്മൾ കണക്കിലെടുക്കാതെ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊരു പണം കിട്ടിയിട്ട് കേരളത്തിലെ റബ്ബർ കർഷകരെ മുഴുവൻ രക്ഷിക്കാം എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എന്ന് നമ്മളൊക്കെ ചിന്തിക്കണം. പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിക്കുക, ആ കാര്യങ്ങൾക്ക് ഇവിടെയും റബ്ബറിൻ്റെ യൂട്ടിലൈസേഷൻ പരമാവധി എങ്ങനെയെല്ലാം ഉപയോഗിക്കാൻ പറ്റും നമ്മൾ കേരളത്തിലും ചിന്തിക്കണം. കേരളത്തിലെ നമ്മുടെ റോഡുകളുടെ സ്ഥിതി നമുക്ക് അറിഞ്ഞുകൂടെ? അത് ഇവിടെ കുറേ ഉപയോഗിച്ചുകൂടി. ഇവർക്ക് PWDക്കും മറ്റും ഉപയോഗിക്കാവുന്നതാണ്. ദൗർഭാഗ്യവശാൽ ആ നിലയിലുള്ള ഒരു ശ്രമം ഇവിടെയും കാണുന്നില്ല. എന്തായാലും റബ്ബർ കർഷകർക്ക് പരിവേദനകളില്ലെങ്കിൽ രോദനം മാത്രം ആയിരിക്കും വരും ദിവസങ്ങളിലും എന്ന് തന്നെയുള്ള സൂചനയാണ് അദ്ദേഹവും നൽകുന്നത്. ചർച്ചയിൽ പങ്കുചേർന്ന EM നജീബ്, ഒപ്പം TN സീമ, ഡോക്ടർ ഷൈജുമോൻ, കഴിഞ്ഞ മണിക്കൂറുകളിൽ, ഒപ്പം ചാക്കുണ്ണി കോഴിക്കോട് നിന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ചയിൽ പങ്കുചേർന്ന MPമാർ, ഒപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധർ, ഏവർക്കും നന്ദി അറിയിക്കുന്നു.